ഇന്ന് ഏറെ തണുപ്പുണ്ടെങ്കിലും വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേപ്പ് പാലിസർ ലൈറ്റ് ഹൗസ് കാണുന്നതിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ്. ഏറെ ദൂരം സഞ്ചരിച്ച് വേണം ഈ പസഫിക് മഹാസമുദ്രത്തിൻ്റെ തീരത്തെത്താൻ. അവിടെ നിന്ന് 20 കിലോമീറ്റർ ദൂരം കൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കേപ്പ് പാലിസർ ലൈറ്റ് ഹൗസ് കാണുന്നതിനായിട്ട് കഴിയുകയുള്ളൂ. വളരെ ദുർഘടം പിടിച്ച ഒരു വഴിയാണ്. ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് വലിയ കുത്തനെയുള്ള മലഞ്ചെരിവുകളും നിറഞ്ഞ ഈ താഴ്വാരത്ത് ഈ സമുദ്രത്തിൻ്റെ ഓരത്തോട് ചേർന്നുള്ള ഈ റോഡ് പല ഭാഗത്തും വെള്ളം കുത്തിയൊലിച്ച് റോഡുകളെ കാർന്നെടുത്തിട്ടുണ്ട്. റോഡിൻ്റെ പല സൈഡിലൊക്കെ പല ഭാഗത്തും വലിയ ഗർത്തങ്ങൾ നമുക്ക് കടലിനോട് ചേർന്ന് കാണാൻ കഴിയും. ഇതുവഴി വരുമ്പോൾ നമുക്ക് പ്രത്യേകതരമായ ഒരു കുന്ന്, ക്ലിഫ് എന്ന് പറയുന്ന ഒരു കുന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭം കൊണ്ട് കളിമണ്ണ് കൊണ്ട് ഉള്ളൊരു കുന്ന് രൂപപ്പെട്ടതാണ്. ഇത് പല സമയത്തും ഇടിഞ്ഞു വീഴാനും അപകടകരമായ സ്ഥിതി നിൽക്കുന്ന ഒരു കുന്നാണ്. ഇതിൻ്റെ സമീപത്തോടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അത് കടന്ന് നമുക്ക് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് ന്യൂസിലൻഡിലെ ഏറ്റവും വലിയ സീൽ കോളനി നമുക്ക് കാണാൻ കഴിയും. ഈ സീൽ എന്ന് പറയുന്നത് കടൽ നായ ആണ്. സസ്തനികളായ ജീവികളാണ്. ഇത് കടലിൽ അതിനെ തുഴഞ്ഞു പോകുന്നതിന് ചിറകുകളും കരയിൽ സഞ്ചരിക്കുന്നതിന് കാലുകളുമുള്ള ജീവിയാണ്. ഇത് കൂട്ടത്തോടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ നൂറുകണക്കിന് ഈ സീലുകൾ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. അതുകൊണ്ട് പല ഭാഗത്തും നമ്മൾ സീലുകളെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനെ സീൽ കോളനി എന്ന് പറയുവാൻ കാരണം ഇതിൻ്റെ വലിയൊരു കൂട്ടമാണ് ഈ പ്രദേശത്ത് നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. അത് കടലിൽ നീന്തി ചാടി കളിക്കുന്നതും കരയിൽ കയറി കിടന്നുറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. തുടർന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഈ ലൈറ്റ് ഹൗസ് കാണാൻ കഴിയുന്നത്. 1897 സ്ഥാപിതമായ ഒരു ലൈറ്റ് ഹൗസാണ് ഇവിടെയുള്ളത്. ഇത് സമുദ്രനിരപ്പിൽ നിന്ന് ഏതാണ്ട് 78 മീറ്റർ ഉയരത്തിലാണ് ഈ ലൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് കുത്തനെയുള്ള തടി കൊണ്ടുള്ള സ്റ്റെപ്പുകളാണ്. ഇരുവശവും കൈവേലികൾ ഉണ്ട്. ഒരു സമയത്ത് ഒരാൾക്ക് പോകാനുള്ള വീതി മാത്രമേ മുകളിലിട്ടുള്ളൂ. ഞങ്ങൾ ആദ്യം മടിച്ചു നിന്നു, ഇതിന് കയറണമോ നമുക്ക് പറ്റുമോ എന്നുള്ളത്. എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച് ഇതിൻ്റെ മുകളിലേക്ക് നടന്നു കയറി ഓരോ സ്റ്റെപ്പുകളും പടിപടിയായ സ്റ്റെപ്പുകൾ കടന്ന് നമ്മൾ മുകളിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് അവിസ്മരണീയമായ കാഴ്ചകളാണ്. പച്ചപ്പ് നിറഞ്ഞ കുന്നിൻ ചെരുവുകളും മലകളും പസഫിക് മഹാസമുദ്രത്തിൻ്റെ വിശാലമായ സമുദ്രത്തിൻ്റെ പരപ്പുകളുമൊക്കെ വളരെ മനോഹരമായ ദൃശ്യങ്ങളായിരുന്നു. താഴ്വാരങ്ങളിൽ ആടുകൾ മേയുന്നതും കന്നുകാലികൾ മേയുന്നതും ഒക്കെ കാണുവാൻ കഴിയും. നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമാണ് ഇത്. ഈ ലൈറ്റ് ഹൗസിൻ്റെ ലൈറ്റ് വെല്ലിംഗ്ടണിൽ ഇരുന്നു കൊണ്ട് കമ്പ്യൂട്ടർ മുഖേനയാണ് നിയന്ത്രിക്കുന്നത്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു ഈ ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ദർശിക്കുവാനിടയായത്. അവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ കന്നുകാലികളുടെ ഒരു ചെറിയ കൂട്ടത്തെ നമുക്ക് കാണാൻ കഴിഞ്ഞു. അവിടെ നമ്മൾ വാഹനം നിർത്തി ഒന്ന് നോക്കുമ്പോൾ ഈ കന്നുകാലികളെല്ലാം തലയുയർത്തി നമ്മളെ നോക്കുകയാണ്. എന്നാൽ ഞങ്ങളെ ഒന്ന് കണ്ടോളൂ എന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വളരെ ആരോഗ്യമുള്ള പശുക്കളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ന്യൂസിലൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പാലും പാലുൽപ്പന്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു രാജ്യമാണ് ഈ ന്യൂസിലൻഡ് എന്നുള്ളത്. വളരെ ആരോഗ്യമുള്ള പശുക്കളെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കേപ്പ് പാലിസർ ലൈറ്റ് ഹൗസും തുടർന്നുള്ള യാത്രയുമൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത അവിസ്മരണീയമായ ദൃശ്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു എന്ന് പ്രത്യേകം പറയട്ടെ.